പക്ഷെ കൃത്യമായ തെളിവില്ലായിരുന്നു. ഈ തെളിവ് കിട്ടുന്നുള്ളതായിരുന്നു. ഇന്ന് തെളിവ് കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ശക്തമായി. ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെ അംഗീകരിക്കുക? പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും മോശമായ കാര്യമാണ്. തീർച്ചയായും പരാതിയായിട്ട് ഇതിന്റെ വസ്തുതകൾ പരിശോധിച്ചിട്ട് LDF പരാതിയുമായി മുന്നോട്ട് പോകും. ഈ പകൽ സമയത്ത് ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് കേരളത്തിൽ. പകൽ സമയങ്ങളിൽ തന്നെ ഇത് തെരഞ്ഞെടുപ്പിന്റെ തലേന്നുള്ള ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ പാട്ടെ. ഇവര് ദിവസങ്ങളായിട്ട് ഇത് പോകുന്ന കല്യാണ വീടുകളിലും മരണ വീടുകളിലൊക്കെ കൊടുത്തു എന്ന് പ്രവർത്തകർ പറയാറുണ്ട്. പല കാര്യങ്ങൾ, പല കുട്ടികൾക്ക് പൈസ കൊടുക്കുക, വലിയ വ്യാപകമായ രീതിയിൽ സാരി വിതരണം നടത്തിയിട്ടുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ പ്രവർത്തകർ പറയുന്നതാണ്. പക്ഷെ ഇതൊന്നും തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. ഞങ്ങളിത് കാത്തിരിക്കുകയായിരുന്നു. ഇത് ഒരിക്കലും എന്തായാലും ഒരിക്കലും അകപ്പെടുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത് ഇന്ന് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ അപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയുടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും ഒക്കെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു. എന്താണ് ഇതിനെതിരെയുള്ള നടപടി എന്നതുകൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഫ്ലൈയിംഗ് സ്ക്വാഡ് അന്വേഷണം നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചിരിക്കുന്നത്. തനിക്ക് പണം ലഭിച്ചിട്ടില്ലെന്ന് ദൃശ്യങ്ങളിലുള്ള ദേവു മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം എന്നാലും ഈ വിഷയത്തിൽ നടക്കും. വിശദമായ അന്വേഷണത്തിൽ ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും പെരുമാറ്റച്ചട്ടത്തിന്റെയും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്കും പോലീസ് വിഭാഗത്തിനും റിപ്പോർട്ടിന്റെ പകർപ്പ് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. എന്തായാലും പാലക്കാട് BJP പല വീടുകളിലും സാരികൾ വിതരണം ചെയ്തു എന്ന ഒരു ആരോപണം കൂടി ഇതിനോടൊപ്പം കോൺഗ്രസും CPM-ഉം ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതോടെ ശോഭാ സുരേന്ദ്രനെതിരെ രാഷ്ട്രീയ നീക്കം കൂടുതൽ കടുപ്പിക്കുകയാണ് മുന്നണികൾ. അപ്പോൾ പാലക്കാട്ടെ സാഹചര്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന വലിയ ചോദ്യമുണ്ട്. പാലക്കാട് നമുക്കറിയാം ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒന്നും പ്രവചിക്കാനാകാത്തൊരു സാഹചര്യം. അവിടെയാണ് ഇത്ര വലിയ വിവാദം ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം അലയടിക്കുന്നത്.